ഹായ്, ഫിനാൻസ് ലാബ്സ് ഇന്ത്യയുടെ A to Z ഷെയർ മാർക്കറ്റ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയേണ്ട എല്ലാം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് വേണ്ടി ശരിക്കും പണിയെടുക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഇരിക്കുന്ന പണം അത് 100% സേഫാണോ? നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് അതെ എന്നായിരിക്കും. കാരണം പണം ബാങ്കിലല്ലേ, പിന്നെന്താ പേടിക്കാൻ? പക്ഷേ ആ ഒരു ധാരണ അത് മുഴുവനായിട്ടും ശരിയാണോ? നമുക്ക് ഒരുമിച്ച് നോക്കാം. സത്യം പറഞ്ഞാല് നമ്മുടെ ബാങ്കിലിരിക്കുന്ന പണത്തിന് ആരും കാണാത്തൊരു ശത്രുവുണ്ട്. അതിന്റെ പേരാണ് ഇൻഫ്ലേഷൻ. മലയാളത്തിൽ നമ്മൾ പണപ്പെരുപ്പം എന്നൊക്കെ പറയും. ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ഒരു സൈലന്റ് കള്ളനാണ്. പക്ഷെ നമുക്കത് നേരിട്ട് കാണാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് മാസം 50,000 രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ എല്ലാ ചെലവും, അതായത് ഒരു 30,000 രൂപയും കഴിഞ്ഞ് മാസം 20,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നു. സാധാരണയായി ഈ പണം നമ്മൾ എന്ത് ചെയ്യും? നേരെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടിടും, അല്ലേ? അപ്പോൾ എന്താണ് ഈ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം? സിമ്പിളായി പറഞ്ഞാൽ എല്ലാ വർഷവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ വില കൂടുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ്, അതായത് അതിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു വരും. ഈ ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ. അതായത് ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം അടുത്ത വർഷം വാങ്ങാൻ ചിലപ്പോൾ 108 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ നമ്മുടെ പണത്തിന്റെ വില ഇടിഞ്ഞു. ഇതിനെ നമുക്ക് സിമ്പിളായി ഒരു ഓട്ടയുള്ള ബക്കറ്റായിട്ട് കാണാം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇൻഫ്ലേഷൻ എന്ന ആരും കാണാത്ത ഒരു ഓട്ടയിലൂടെ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറേശ്ശെയായി ചോർന്നു പോകുന്നു. വർഷങ്ങൾ കഴിയുന്തോറും അതേ പണം കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ പഴയ ഉദാഹരണത്തിലേക്ക് തിരിച്ചുവരാം. നിങ്ങൾ മാസം 20,000 രൂപ വെച്ച് 20 വർഷം ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടെന്ന് കരുതുക. ബാങ്കിന്റെ ചെറിയ പലിശയൊക്കെ കിട്ടി അതൊരു വലിയ തുകയായി മാറും. ഏകദേശം ഒരു 1.7 കോടി രൂപയായി അത് വളർന്നു എന്നും വെക്കുക. ഒറ്റ നോട്ടത്തിൽ ഇത് ഭയങ്കര ഒരു എമൗണ്ട് ആയിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇനിയാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഈ പണപ്പെരുപ്പം കാരണം നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷം ഈ 1.7 കോടി രൂപയുടെ ഇന്നത്തെ മൂല്യം വെച്ച് നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു 8 വർഷം ജീവിക്കാൻ സാധിക്കും. അത് കഴിയുന്നതോടെ നിങ്ങളുടെ കയ്യിലെ പണം തീരും. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇതൊരു പേടിപ്പിക്കുന്ന സത്യമല്ലേ? അപ്പോ ഈ ഇൻഫ്ലേഷൻ എന്ന വില്ലനെ തോൽപ്പിക്കാൻ എന്താ ഒരു വഴി? അതിനുള്ള ഏറ്റവും പവർഫുൾ ആയ സൊല്യൂഷനാണ് ഇൻവെസ്റ്റിംഗ്. അതായത് നിങ്ങളുടെ പണത്തെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. വെറുതെ ബാങ്കിലിരുന്ന് അതിന്റെ മൂല്യം കുറയാൻ അനുവദിക്കാതെ അതിനെ വളരാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സ്. ഈ സ്ലൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതാണ് സേവിങ്ങും ഇൻവെസ്റ്റിംഗും തമ്മിലുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വ്യത്യാസം. നിങ്ങൾ വെറുതെ സേവ് ചെയ്യുന്നതിന് പകരം അതേ 20,000 രൂപ ഒരു വർഷം ഏകദേശം 12% വളർച്ച കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 1.25 കോടിയല്ല, മറിച്ച് 4.26 കോടി രൂപയുണ്ടാകും. അതായത് ഓൾമോസ്റ്റ് 2.5 ഇരട്ടിയിൽ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ്: ഇൻവെസ്റ്റിംഗ് എന്നത് ഒരു ഓപ്ഷനല്ല, ഇന്നത്തെ കാലത്ത് അതൊരു ആവശ്യകതയാണ്. പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാനും യഥാർത്ഥത്തിലുള്ള ഒരു സമ്പത്ത് ഉണ്ടാക്കാനുമുള്ള ഏക വഴി ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മൾ നേരത്തെ പറഞ്ഞ പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യാൻ. രണ്ടാമത് ലോങ് ടേമിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ ഗോളുകളും നേടാൻ. അതൊരു പക്ഷേ നല്ലൊരു വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങാൻ, മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന്, അതുമല്ലെങ്കിൽ ടെൻഷനില്ലാത്ത ഒരു റിട്ടയർമെന്റ് ലൈഫിന്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി അടുത്ത ചോദ്യം വരും: എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മുടെ പണം വളർത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇതിനെയാണ് നമ്മൾ അസറ്റ് ക്ലാസുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഇക്വിറ്റി അഥവാ ഷെയർ മാർക്കറ്റ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വലിയ വലിയ കമ്പനികളുടെ വളർച്ചയിൽ നമ്മളും ഒരു പാർട്ട്ണറാകുന്നു. അവരുടെ ഒരു ചെറിയ ഓഹരി വാങ്ങി ആ കമ്പനി വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വളരുന്നു. ശരിയാണ്, ഇതിൽ കുറച്ച് റിസ്ക് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ തന്നെയാണ്. രണ്ടാമത്തേത് ഫിക്സ്ഡ് ഇൻകം. ഇതിലാണ് നമ്മുടെ ബാങ്ക് FD, അതായത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകളും ഗവൺമെന്റ് ബോണ്ടുകളും ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫിക്സ്ഡ് റിട്ടേൺ ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ വളർച്ചയും അതുപോലെ ലിമിറ്റഡ് ആയിരിക്കും. മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള റിയൽ എസ്റ്റേറ്റ്. സ്ഥലം വാങ്ങുന്നത്, വീടുകൾ, ഫ്ളാറ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ വരും. കാലം കഴിയുന്തോറും ഇതിന്റെ വില കൂടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ തുടങ്ങാനായിട്ട് വലിയൊരു എമൗണ്ട് കയ്യിൽ വേണം. അവസാനമായി വരുന്നത് കമോഡിറ്റീസ്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സ്വർണവും വെള്ളിയുമൊക്കെയാണ്.
സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അനിശ്ചിതത്വം വരുമ്പോൾ പലരും ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ സ്വർണത്തെയാണ് ആശ്രയിക്കാറ്. ഈ ചാർട്ട് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാകും. ലോങ് ടേമിൽ ഓരോ അസറ്റ് ക്ലാസ്സിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓൺ ആവറേജ് റിട്ടേൺ ആണിത്. ഇക്വിറ്റി ഏകദേശം 15% വരെ റിട്ടേൺ തരുമ്പോൾ ഫിക്സഡ് ഇൻകം 9%, സ്വർണം ഏകദേശം 8%മാണ് നൽകുന്നത്. അപ്പോൾ വെൽത്ത് ക്രിയേഷനിൽ എന്തുകൊണ്ടാണ് ഇക്വിറ്റിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ പണം വെറുതെ ബാങ്കിലിടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണും. ഇൻഫ്ലേഷൻ എന്ന സൈലന്റ് കള്ളനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം ഇതുതന്നെയാണ്. എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ പലരുടെയും മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു പേടിയുണ്ടാകും. എങ്ങനെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും? പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ നഷ്ടം വരില്ലേ? നമ്മുടെ പണം സേഫ് ആണെന്ന് ആരാണ് ഉറപ്പു തരുന്നത്? ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരവുമായി ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് സംസാരിക്കാനായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.